നമസ്കാരം. നമുക്ക് നാർക്കോ ഹണ്ടിനെ പറ്റിയുള്ള രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിലേക്ക് വരാം. വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹം ഫസ്റ്റ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത്. എന്നാൽ നിരവധി തവണ നമ്മൾ ഈ കൊച്ചി മീഡിയയിൽ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ മയക്കുമരുന്നിൻ്റേത്. 1950 ടിബറ്റൻ ബ്രെയിൻസിനെ യങ്സ്റ്റേഴ്സിനെ തകർക്കാൻ വേണ്ടി ചൈന കൊണ്ടുവന്ന നാർക്കോ ടെററിസമാണ്. ഇത് കേരളത്തിൽ വന്നതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, കലാലയ രാഷ്ട്രീയത്തിലൂടെ. നമ്മുടെ മലയാളി ബ്രെയിൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടെററിസമാണ്. ഈ ടെററിസത്തിലൂടെ 2 ടൈപ്പ് ഓഫ് ടെററിസമാണ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ബോംബിംഗ് ആണ്. നരേന്ദ്രമോദി ഇവിടെ വന്നതിന് ശേഷം ബോംബിട്ട ആൾക്കാരെ കൊല്ലുന്നത് കുറഞ്ഞു. 10-20 പേര് മരിക്കും ബോംബിട്ടാൽ. പക്ഷേ ഈ രീതിയിലുള്ള ടെററിസം എന്ന് പറയുന്നത് മാസങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്നും എല്ലാവർക്കും അറിയാം. ഈവൻ ദോ എല്ലാവരും അവെയർ ആയിട്ട് പോലും സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇവിടെ കൊച്ചിയില് വലിയ ശക്തമായിട്ടുള്ള ഡ്രഗ് മാഫിയക്കെതിരെയുള്ള രീതിയിൽ പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഡ്രഗ് ഹണ്ട് നടന്നത് ബാംഗ്ലൂരിൽ നിന്നും ഞാനും അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡ്രഗ് ഹണ്ടിന്റെ ഭാഗമായിട്ട് പിണറായി സർക്കാർ ഇവിടെ നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു. 8000 ചില്ലുമാനം പേരെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് സോഴ്സ് എടുത്തു. പക്ഷേ ഈവൻ ദോ അതിനുശേഷം വീണ്ടും ഇത് തന്നെ പോവുകയാണ്. അപ്പൊ അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് UDF സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ഷെയർ യു സം റെലവന്റ് ഡീറ്റെയിൽസ്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഈ കൊച്ചിയിൽ തന്നെ മുളകിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ, 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന പേര്, BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അയാളുടെ പേരിൽ ഇവിടെ ലോക്നാഥ് ബെഹ്റ ACP ആയിരുന്നിട്ട് DGP ആയിരുന്ന സമയം വരെ ഫയലുകൾ പോയപ്പോൾ എല്ലാം അറിഞ്ഞതാണ്. ലോക്നാഥ് ബെഹ്റയെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ലഹരി മാഫിയക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് 2012 നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിക്ക കാരണമാണ്. സിദ്ദിഖിക്കയാണ് എന്നെ ഇതിലേക്ക് തള്ളിവിടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ മയക്കുമരുന്ന് ഉപയോഗവും ആ ഒരു പെൺകുട്ടി നശിച്ചു പോയത് അറിഞ്ഞ് അദ്ദേഹം എന്നെ അറിയിക്കുകയും ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും അവസാനം സിദ്ദിഖിക്ക എടുത്ത് പറഞ്ഞു, ഇത് സിനിമ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് കൂടുതൽ. അങ്ങനെയാണ് സിദ്ദിഖിക്ക ഷോക്കാവുന്നത്. അന്ന് ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെയും ആക്ട്രസിന്റെയും പേരുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ പേരിൽ എനിക്ക് പോലീസ് കേസ് ഒരു 2 നടിമാർ ഇവിടെ കൊടുത്തു. അത് ഞാൻ പിന്നെ കോടതിയിലേക്ക് അയക്കാൻ പറഞ്ഞു. അതവിടെ പോയി. അതിനുശേഷം ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് ഞാൻ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് 2016 മതസ്പർദ്ധ ആരോപിച്ച് എന്നെ പിടിച്ച് 59 ദിവസം ജയിലിലിടുന്നത്. ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ, മയക്കുമരുന്ന് മാഫിയക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഈ വിവരം DGP അറിയിക്കാൻ വേണ്ടി, ബെഹ്റയെ അറിയിക്കാൻ വേണ്ടി പോയപ്പോൾ 6 ദിവസം പിടിച്ചെന്നെ ജിഷ്ണു പ്രണോയരുടെ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് റോട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഞാനും അതിലുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടു. അന്ന് ഉമ്മൻചാണ്ടി അടക്കം എല്ലാവരും എന്നെ എന്തിനകത്തിട്ടോന്ന് ശബ്ദിച്ചപ്പോൾ പറഞ്ഞു, പോലീസ് വന്ന് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് തോക്കുസ്വാമിയെ പിടിച്ച് ഇതിനകത്തിട്ടേന്ന്. ഞാനപ്പോ ഇറങ്ങിയിട്ട് ചോദിച്ചു, തോക്കുസ്വാമി എന്താ വല്ല ശങ്കർ സിമെന്റോ ഫെവിക്കോളോ വല്ലോ ആണോ എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തിരിച്ചു പുറത്തുകൊണ്ടുവരുന്നു. പിന്നെ അവിടെ ആ ഫൈറ്റ് അങ്ങനെ അങ്ങ് തിന്നു. എന്നാൽ ഇതിലൊന്നും ഒരു സൊല്യൂഷനും ഇല്ല. എന്തുകൊണ്ട് കുട്ടികൾ ഇതിലേക്ക് പോകുന്നു? തൊലിയുടെ പുറത്ത് ചൊറിഞ്ഞാൽ ഒരിക്കലും രോഗം മാറില്ല. പോലീസിന് പരിധികളുണ്ട്. ശക്തമായി പോലീസിന്, പഴയ ദാപ്ര പോലീസല്ല ഇന്ന് കേരളത്തിലിരിക്കുന്നത്. നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേസെടുക്കും. പോലീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അവിടുത്തെ കൊട്ടാരത്തിലെ മോഷണവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ വിവരം പോലീസ് അറിയിച്ചു കൊടുത്തു. പക്ഷെ പോലീസിനെ തുടരന്വേഷണത്തിന് സർക്കാർ അനുവദിക്കുന്നില്ല. അതാണിത്. അതിൽ നിന്നും എത്രയോ വലുതാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടത് ഓസ്ട്രിയ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിഗ്രഹ മാഫിയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഡ്രഗ് ടെററിസം. ഇത് ടെററിസമാണ്. എന്റെ വീട്ടിൽ 4 പോലീസുകാർ ഇന്നും എനിക്ക് കാവലിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനെതിരെ സംസാരിച്ചാൽ തീർത്തു കളയും ആൾക്കാർ. ഇവിടെ ഒരു ബിസിനസ്സുകാരൻ, അവന്റെ നേതൃത്വത്തിൽ എല്ലാ ഫയലുകളും ബെഹ്റയ്ക്കറിയാം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, സക്രയ്ക്കറിയാം, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അവൻ ഇവിടെ നടത്തുന്ന റൈ പാർട്ടീസ് എല്ലാം. അവനെതിരെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഐ എം ചാലഞ്ചിങ്, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവനെ പിടിക്കാൻ പറ്റുമോ? ജനം സല്യൂട്ട് ചെയ്യും അദ്ദേഹത്തെ. അദ്ദേഹം എന്തിനാ നോക്കണേ? അദ്ദേഹം എന്തിനാ പേടിക്കണേ? ഇവിടുത്തെ പോലീസിന് വേറെ ഒന്നും വേണ്ട. പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ട്. എൻകൗണ്ടർ ചെയ്യണം. എത്ര കുട്ടികളുടെ ഫ്യൂച്ചറാ പോയിരിക്കുന്നത്. UP-യിൽ യോഗി ചെയ്ത പോലെ എൻകൗണ്ടർ ചെയ്യണം. പോലീസിന് ഉണ്ട ഇല്ലെങ്കിൽ ഞാൻ എന്റെ തോക്കുന്ന ഉണ്ട കൊടുക്കാം. 0.45 കാലിബറുള്ള സാധന
നായനമ്മൂനെക്കാട്ടിയും പവർഫുൾ ആയിരിക്കും. ഞാൻ സീരിയസ്ലി പറയാണ്, പോലീസ് തോക്ക് വെച്ചോണ്ടിരിക്കരുത്. ഇത്തരം രാജ്യദ്രോഹികളെ ഷൂട്ട് ഔട്ട് ചെയ്യണം. പോലീസിന് ചെയ്യാനുള്ള പവറുണ്ട്. എത്ര കുട്ടികളുടെ ജീവിതമാണത് അവർക്ക്. ആക്ഷൻ എടുക്കില്ല. ഇയാൾക്കെതിരെ പറഞ്ഞതിനാണ് ദിനേശ് എന്ന് പറയുന്ന ആള് എന്നെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി ഇതാക്കി. അന്ന് ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു, നെവർ ഡു ദാറ്റ്, ഹി സെയിങ് സംതിങ് ട്രൂത്ത്, അത് റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. അന്ന് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാനിപ്പുലേഷൻ ആണ് ഇവിടെ. അതുപോലെ കൊച്ചിയിലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഈ മയക്കുമരുന്ന് വേങ്ങ് കൊച്ചു 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 ഏജൻസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളെടുത്ത് വിവരങ്ങൾ പറയൂ, നമ്മൾ അധികാരികളെ അറിയിക്കാണ്. ജനങ്ങൾ അതിൽ ആ ട്രാപ്പിൽ പെടരുത്. അവർ ഈ ഡ്രഗ് മാഫിയയുടെ തന്നെ അണികളാണ്, കണ്ണികളാണ്. പലവരെയും അവർ വഴിയിലിട്ട് തല്ലിച്ചതച്ചു, പലവരെയും അപകടത്തിൽപ്പെടുത്തി. ഈ വിവരം റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിന് വിവരം അറിയിക്കൂ. പോലീസിൽ തന്നെ ചില ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. 100% ഒരു 5 തൊട്ട് 10% വരെ ഉണ്ട്. എല്ലാവരും നല്ലതാണെന്ന് പറയാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. നമ്മുടെ അകത്തും വളരെ ഫ്രോഡുകളുണ്ട്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഋഷിരാജ് സിംഗിന്റെ കേസ് ഞാൻ ഇത്രയും ഈ ഒരു പ്രസ് കോൺഫറൻസ് ചുമ്മാതെ ഒരു ലൈവ് ഇടുന്ന പോലെ അല്ല ഒരു പ്രസ് കോൺഫറൻസ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ധാർമ്മിക ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡാക്കാൻ വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഋഷിരാജ് സിംഗ് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കൂ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം? ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ നേരെ ഋഷിരാജ് സിംഗിനെ വിളിച്ചു. ലഹരിയുടെ ഡീറ്റെയിൽസ് ഷൊറ എന്താ HP നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. HP വിളിച്ചു. 2 ദിവസം കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് റിസൾട്ട് ഇല്ല. ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല? ഇന്ന ആൾക്കാർ ഇതിലേക്ക് ഇൻവോൾവ് അല്ലേ എന്ന് ചോദിച്ചു. എന്നെ മേളാൽ ഈ വിഷയം പറഞ്ഞ് എന്നെ വിളിക്കരുത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി ഫോണ് കട്ട് ചെയ്തു. മനസ്സിലായോ? ഇതാണ് നല്ല കേസുകൾ വല്ല. അതേസമയത്ത് ഇവിടെ തമ്പാക്ക് വെക്കുന്ന ഒരുത്തനെ പിടിച്ചോണ്ട് പോയിട്ട് 1 മാസം പിടിച്ചകത്തിട്ട് ഇടിയോടിടി. ഇവിടുന്ന് ഈ കൊച്ചിയിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ അയാളെ കാണുന്നത് എഴുകോൺ പോലീസ് സ്റ്റേഷൻ എന്നാ. എന്താ ഇതിപ്പോ തമ്പാക്ക് വെച്ചതാണ്, ഞാൻ തമിഴ്നാട്ടുകാരനാണ്, എന്നെ 1 മാസമായിട്ട് സ്റ്റേഷനിൽ ഇങ്ങനെ ഓട്ടിയിട്ടിട്ട് ഞാൻ പറഞ്ഞത് നിയമവിരുദ്ധമാണ്. ഇൻസ്പെക്ടർ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ എടുത്ത് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കോടതിയിൽ ഹാജരാക്കണം ഇയാളെ. ഇതാണ് ഇവിടുത്തെ കഥ. തമ്പാക്ക് വയ്ക്കുന്നവരെ കഞ്ചാവ് കേസിലാക്കും. ഈ കഞ്ചാവൊന്നും അല്ല പ്രശ്നം. ഈ MDMA എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നത് MDMA ആണോ? കോടതി ചെല്ലുമ്പോ ഇവിടെ എത്ര ഒരുത്തൻ ഇതിനകത്തുനിന്ന് ചാടിപ്പോയി. ഏതിനകത്തുനിന്ന്? നമ്മുടെ ജനലിൽ നിന്ന് ചാടിപ്പോയി. ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ചോ? മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ കോടതിയിലെത്തുമ്പോൾ അരിമാവാവും. അപ്പൊ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളവരെ ചെയ്യിപ്പിക്കില്ല, അവരെ ട്രാൻസ്ഫർ ആക്കും. എന്തുകൊണ്ട് നിഷാന്തിനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു? നിഷാന്തിന്റെ ഇടയിൽ റിപ്പോർട്ടില്ലായിരുന്നോ? ആ മാഡം എത്ര ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ അന്വേഷിച്ചത്? അപ്പൊ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഒന്നുകിൽ ഒരു റീത്ത് വെച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഇത്. അപ്പോൾ ക്രൂരനെ ക്രൂരത കൊണ്ട് നേരിടണം, ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കണം, മാഫിയ കൊണ്ട് നേരിടണം. ഇത് പോലീസിന് കൃത്യമായിട്ട് ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുമെങ്കിൽ, പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും. അതിന്റെ ഫസ്റ്റ് കാര്യം ഞാൻ ജനങ്ങളോട് പറയാണ്, ആ 2 അക്ഷരത്തിൽ പേരുള്ള ആളെ ആദ്യം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. മാതൃകാപരമായ ശിക്ഷ. കാലിലും നഖത്തിലും ആനയെ അടിക്കരുത്. ആനയെ അടിക്കണമെങ്കിൽ തകർക്കേണ്ട മസ്തകത്തിലടിച്ച് തകർക്കണം. ഇത് ജനങ്ങളുടെ ഭാവിയാണ്. യൂത്ത് ഇല്ലെങ്കിൽ സമൂഹം തകർന്നു. പൂക്കി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്, യങ്സ്റ്റേഴ്സിന്റെ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. യങ്സ്റ്റേഴ്സിന്റെ ഭാവിയെ അദ്ദേഹം ആത്മാർത്ഥമായി കാണുന്നെങ്കിൽ, അദ്ദേഹം അഭിനയിക്കുന്ന ആളല്ലെങ്കിൽ, അദ്ദേഹത്തിന് അഭിനയമല്ല, അദ്ദേഹം ജീവിതമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഈ യങ്സ്റ്റേഴ്സിനെ തകർക്കുന്ന ആളെ ഇമ്മീഡിയറ്റ് ആയിട്ട് 24 മണിക്കൂർ കൊണ്ട് പോലീസ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഇത് ഞാൻ മുഖ്യമന്ത്രിയും കൂടെ വെല്ലുവിളിക്കുകയാണ്. മുഖ്യമന്ത്രി ആത്മാർത്ഥമുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ എറണാകുളം ജില്ലയിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ, ഈ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയയുടെ തലവനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുത്തനെ ഇവിടെ നിയമത്തിന്റെ മുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരും. ഇതല്ലെങ്കിൽ VD സതീശനോടുള്ള വിശ്വാസം കേരളത്തിൽ തകരും. ഇത് എഴുതി വെച്ചോളൂ. അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്പിരിച്വലിയും പൊളിറ്റിക്കലിയും സോഷ്യലിയും. അത് അദ്ദേഹത്തിനും അറിയാം. ഞാൻ അതുകൊണ്ട് പറയാണ്, എനിക്ക് വ്യക്തിബന്ധങ്ങളില്ല ധർമ്മത്തിന്റെ കാര്യത്തിൽ. അപ്പനാണെങ്കിലും തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയും. സോ നിങ്ങളെടുത്ത ഇനിഷ്യേറ്റീവ്, മാധ്യമങ്ങളെടുത്ത ഇനിഷ്യേറ്റീവ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 550 കോടിയുടെ സ്വർണം രത്നങ്ങൾ കൊണ്ടുപോയ
അതിന് തട്ടിക്കൊണ്ടുപോയ കൊട്ടാരവുമായി ബന്ധപ്പെട്ടവരുടെ വിവരങ്ങളും ഞാൻ ഇതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഐ എം റെഡി ടു റിവീൽ സർട്ടൻ തിങ്സ്. ദാറ്റ്സ് ഇറ്റ്. എന്താ ബ്രോസ്? നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ പിള്ളേരുടെ ഭാവിയാ. ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊച്ചിയിൽ. അതുപോലെ ആഭ്യന്തരമന്ത്രി മടിവാളയിൽ ഒരു കേരള പോലീസ് സ്റ്റേഷൻ തുടങ്ങണം. ഏറ്റവും കൂടുതൽ ഈ ഡ്രഗിന്റെ ഇതിൽ ഒരു പെൺകുട്ടി 500-ലധികം പ്രാവശ്യം റേപ്പ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ? പോലീസിന് തൊടാൻ പറ്റിയിരുന്നില്ല അവനെ. അങ്ങനെ അവന് പണി കൊടുത്ത് ഇങ്ങോട്ട് വിട്ടതിനാണ് നമ്മളെ രംഗാണെന്ന് വിളിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. ഇവിടുന്ന് ആലപ്പുഴ റൂട്ടിലേക്ക് പോകുമ്പം മുളകിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ മുതലാളിയാണ് ഇത്. ലാലേട്ടനോടും ഞാൻ സംസാരിച്ചു. ലാലേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. ലാലേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ രണ്ട് കാര്യം, നിങ്ങൾ അധികം ഒരു കാര്യം സംസാരിച്ചു നമ്മളുമായിട്ട് ബന്ധം കൂടുന്ന സമയത്തുള്ളതുണ്ടായ ഒരു ഇന്ററാക്ഷനാണ്. അതുകൂടെ ഞാൻ പറയാം. ലാലേട്ട, രണ്ട് കാര്യം എനിക്ക് നിങ്ങൾ ദക്ഷിണയായിട്ട് തരണം. ഒന്ന്, സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിന് എന്റെ കൂടെ ഉണ്ടാവണം. രണ്ട്, മയക്കുമരുന്ന് മാഫിയക്കെതിരെ തകർക്കാൻ ഇന്ന ആൾക്കാരുടെ ഇതുണ്ട്, അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാണ്. നിങ്ങൾ നിയമപരമായിട്ടും എല്ലാം നിങ്ങൾ സഹായിക്കണമെന്ന്. അയ്യോ, അതിനെന്താണ്? അത് വലിയ കാര്യമല്ലേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ ഒരു വലിയൊരു മഹാ അനുഗ്രഹമാണ്. അത് നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അയ്യോ, അത് വളരെ വലിയ കാര്യമാണ്. ഞാനത് എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതാ പോയതാണ്. അതെ, എല്ലാരും ഇങ്ങനെ എന്താ മക്കളെ ഇങ്ങനെ ചിരിച്ചാൽ മതിയാ? അപ്പൊ ഈ ചിരി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകും. ഒരു 10 കിലോമീറ്റർ. എല്ലാവർക്കും ചേട്ടന്മാർക്കൊക്കെ മനസ്സിലായി ആരാണ്. റീലൊക്കെ ഇട്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഇതാക്കി കുറെ ബീഫും തിന്ന്, ചക്കയും തിന്ന്, മാങ്ങയും തിന്ന്, മീനും തിന്ന്. മനസ്സിലായില്ല ആളെ? ഇനിയിപ്പോ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. മലയാളികൾക്ക് ബുദ്ധിയുള്ളതാണ്. ഒരു ബ്രെയിൻ ഗെയിമാണത്. ചിന്തിക്കും. പോലീസിനറിയാം 2 അക്ഷരത്തിലാണ് അയാൾ അറിയപ്പെടുന്നത്. കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ പോലീസിനെ അറിയാം. 2 അക്ഷരത്തിലാണ് അറിയപ്പെടുന്നത്. ഏത്? ഓട്ടയുടെ ഓയും ഉണ്ട്, ഗണ്ണിന്റെ ജിയും ഉണ്ട്. ഓക്കെ, ബൈ. മുഖ്യമന്ത്രി അതെ, പൂക്കി ഡോൺ ബി എ ഊക്കി എന്നാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് അദ്ദേഹം ഊക്കുകയാണോ പൂക്കുകയാണോ എന്നുള്ളതൊക്കെ, അത് കഴിഞ്ഞിപ്പോ പൂപ്പ് പിടിച്ചതിനെയൊക്കെ പിള്ളേര് യൂത്ത് പൂപ്പ് പിടിച്ച സാധനങ്ങൾ ഡൈ അടിച്ച് വരുമ്പോ അതിനെ പൂക്കി എന്ന് പറഞ്ഞ് കളിയാക്കിയതാണോ ഒന്നും അറിയില്ല. പിള്ളേരെന്താണ് ചെയ്യുന്നതെന്ന് ജെൻസീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാ. അവര് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും അഡ്വാൻസ്ഡ് ബുദ്ധിയാണ്. ഊക്കിയതാണോ എന്നും അറിയില്ല. അതോ ഇദ്ദേഹം നമ്മളെ ഊക്കുകയാണോ എന്നും അറിയില്ല. പിന്നെ തോക്കുസ്വാമി എന്നുള്ള പേര് തന്നെ തോക്കില്ലേ? ഏത്? അത് അങ്ങനെ ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന തോക്ക് പോലീസുകാരുടെയിലാണ്. ഇത് എന്റെ നേർക്ക് വരുന്ന ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഐ ഹാവ് ലൈസൻസ്, എന്റെ ഉണ്ട് തോക്ക്. എന്തെങ്കിലും ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ തെളിവുണ്ട്. ആ തെളിവ് ശേഖരിക്കാൻ ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് ഇന്നടത്ത് ഇന്ന് സംഭവിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. തെളിവ് കണ്ടെത്തേണ്ടത് പോലീസാണ്, കോടതിയിൽ എത്തിക്കേണ്ടതും പോലീസാണ്. കാക്ക ഇണചേരുന്ന കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷെ കുട്ടികളെ കണ്ടിട്ടില്ല. കുട്ടി കാക്ക കണ്ടു. ഞാൻ ഉപദേശകൻ ആയിക്കോളാന്ന് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവും ഞാനായിട്ട് നല്ല സൗഹൃദത്തിലാണ്. മുഖ്യമന്ത്രി ആകാൻ തടസ്സമായി നിൽക്കുന്ന ആ നിമിഷം വരെയും ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരത്തിലുണ്ടായിരുന്നു. നമ്മൾ പലതും പങ്കുവച്ചിട്ടുണ്ട്. വളരെ സോഷ്യലി എന്തെങ്കിലും അദ്ദേഹം ഒരു ചേഞ്ച് മറ്റുള്ള ആളെ എതിർക്കുന്നതിനപ്പുറം അദ്ദേഹം ചെയ്യുമെന്നുള്ളൊരു ബോധം കൊണ്ടാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്.
മംഗലാപുരത്ത് പോയ ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ബന്ധമുണ്ടെന്ന്. പക്ഷെ ഈ ബാബയുടെ അടുത്ത് പോയതല്ലേ നിങ്ങൾ പറയുന്നത്? അത് പോയ ആളാണ് ബാബ, അവിടുത്തെ പഴയ കോൺഗ്രസ്സുകാരൻ. അതായത് ആ പ്രോഗ്രാമിന് ശേഷമാണ് JDS-ൽ നിന്നും കുമാരസ്വാമി ഇതിലോട്ട് വരുന്നത്, BJP-യിലോട്ട് പോകുന്നത്. ഞാൻ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പൊളിറ്റിക്കൽ ചേഞ്ച് അവിടെ നിന്നാണ് വരുന്നത്. ഇതാണ് ആ പ്രോഗ്രാം. ഇത് ഇതാണ് മുഖ്യമന്ത്രി പോയ ആളുടെ പ്രോഗ്രാം. ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. വേറെ എന്തെങ്കിലും? എനിക്ക് പേടിയോ? ഞാൻ നിങ്ങൾ പേര് പറഞ്ഞിട്ട് ഇനി മാനമില്ലാത്തവന്റെ മാനം നഷ്ടപ്പെടുത്തിയെന്ന് പറയാൻ വേണ്ടിയാണ്. എനിക്ക് ഇവന്മാര് കള്ളന് കഞ്ഞി വെച്ചവനാണെങ്കിൽ നമ്മൾ ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവനായിരിക്കണ്ടേ ബ്രോ? അല്ലേ? ചെയ്ത കുറ്റത്തിനൊന്നും ഇവര് ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. എനിക്ക് ഈ പട്ടിത്തീട്ടം കേസുകളുടെ പുറകെ നടക്കാൻ വയ്യാത്തുണ്ട്. സീരിയസ്ലി 100 പണിയുണ്ട്. എത്ര പ്രാവശ്യം ഇപ്പോഴാണ് കോടതി എന്റെ എല്ലാ കേസും എടുത്ത് ദൂരെ എറിഞ്ഞത്. ഈ മതസ്പർദ്ധ കേസ് പോലും കോടതി പറഞ്ഞ് മേലെ ഇതുപോലുള്ള കേസുമായിട്ട് വരെ വരുന്നത്. സമയം മെനക്കെടുത്തുകയാണ് ഇവരുടെ പരിപാടി. എനിക്ക് 1000 പണിയുണ്ട്. ഒരുപാട് പേർക്ക് അന്നം കൊടുക്കണം, ഒരുപാട് യങ്സ്റ്റേഴ്സിന് ജോലി കൊടുക്കണം, ഒരുപാട് പേരുടെ രോഗം, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് എന്റെ മേഖല. അല്ലാതെ ഇവിടെ വർഗീയത പറഞ്ഞ് നടക്കലല്ല എന്റെ പണി. അതിന്റെ കൂട്ടത്തിൽ ഇതും പറയണം. ഇവിടുത്തെ മറ്റ് സ്വാമിമാരുടെ വായിക്കാത്തൊക്കെ പഴം, കുറെ പേർക്ക് പ്രസ്ഥാനം, കുറെ പേർക്ക് സൂചിച്ചിരിക്കണം, കുറെ പേർക്ക് ഭയം. ഇങ്ങനെ ഇരിക്കുമ്പം ആരെങ്കിലും പ്രതികരിക്കണ്ടേ? ധർമ്മം സ്ഥാപിതമാവുന്നത് എങ്ങനെയാണ്? എന്താണ് ധർമ്മം? എന്താണ് ആത്മീയത? അമ്പലത്തിലിരിക്കുന്നതല്ല, പള്ളിയിലിരിക്കുന്നതല്ല ആത്മീയത. ചെയ്യുന്ന കർമ്മത്തില് കർമ്മശുദ്ധി ഉണ്ടായിരിക്കണം, പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടായിരിക്കണം, കൊടുക്കുന്ന വസ്തുവിൽ കലർപ്പില്ലാതെ ഇതായിരിക്കണം, വിശ്വാസവഞ്ചന പാടില്ല, ഭയരഹിതമായി ധർമ്മം പാലിക്കാൻ മുന്നിട്ടുണ്ടാവണം. ഇതെല്ലാം ആത്മീയതയുടെ ഓരോ വിങ്ങുകളാണ്. പക്ഷെ നമ്മൾ അറിയുന്ന ആത്മീയത എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അമ്പലത്തിലും പള്ളിയിലും പോയി വഴിപാട് നടത്തുക. ഇതൊന്നും അല്ല ആത്മീയത. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഭ്രാന്താലയമാണ്. അതിങ്ങെത്തിയ വാർത്ത. യെസ്, പാർട്ടി. അതായത് ഇവിടെ ഇപ്പൊ എക്സ്പയറി ഡേറ്റ് ആയ സാധനങ്ങളായിരിക്കുന്നത്. ഒരു 10 പുഷപ്പ് ഒറ്റയടിക്ക് എടുക്കാൻ പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റൂല. അങ്ങനത്തെ ആൾക്കാരാണ്. മസിലും പോയി, ബ്രെയിനിന്റെ കപ്പാസിറ്റിയും പോയി, എല്ലാം പോയി. ഇവരെ വെച്ചിട്ട് എങ്ങനെയാണ്? അതായത് ഈ തരുണിക്ക് വൃദ്ധൻ വിഷമാണെന്ന് പറയും. അതുപോലെ യങ്സ്റ്റേഴ്സിന്റെ ഫ്യൂച്ചറിന് യങ് ബ്ലഡ് വരണം, ഫിയർലെസ് ആയിട്ടുള്ള എനർജീസ് വരണം. ഇപ്പൊ കോക്രോച്ച് പാർട്ടി വന്നു, ഒരു ആവേശത്തിൽ വന്നതാണ് പിള്ളേര്. അതിൽ ക്യാപ്ഷൻ കണ്ട എന്താണ്? മടിയുള്ളവർക്ക് സ്വാഗതം, പണിയില്ലാത്തവർക്ക് സ്വാഗതം. അങ്ങനെ ചാടി. പക്ഷെ അങ്ങനെയല്ല. അതിലൊരു ധാർമ്മിക മൂല്യം വേണം, ആ ധാർമ്മികത വേണം. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അടുത്തത് ഒരു 40s ഇപ്പുറത്തോട്ടുള്ള പിള്ളേർക്ക് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള സ്പേസ് കൊടുക്കണം. ആ സ്പേസ് കൊടുക്കാൻ ഇന്ന് ആരും തയ്യാറല്ല. എല്ലാവരും പഴയ ആ ഒരു നെപ്പോട്ടിസവും അതുപോലെ ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇതിൽ തന്നെ ഇങ്ങനെ പോവുകയാണ്. സോ വി നീഡ് എ ചേഞ്ച്. ദാറ്റ്സ് വൈ വി ആർ പ്ലാനിംഗ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പാർട്ടി. എനിത്തിങ് റോങ്? വേണ്ടേ? ഇതൊക്കെ തന്നെ മതിയോ? പഴയ അംബാസഡർ കാറും ഫിയറ്റ് പത്മിനിയിലും പോയാൽ മതിയോ? മെർസിഡീസ്, ഡിഫൻഡർ, അതുപോലെ തന്നെ ബുഗാറ്റി, ആസ്റ്റിൻ മാർട്ടിൻ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അതുപോലെ ബ്രെയിനിൽ ഓരോ ലെവൽസ് ഉണ്ട്.